അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, ഒരു ദിവസം ലീവ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് പോകുമല്ലോ, സ്വാഭാവികം. പിന്നെ അതൊക്കെ മേലെയാണ് നമ്മൾ റോട്ടിലാണ് കയറി നിന്നാൽ പിന്നെ ഒരു ബസ്സും ഉണ്ടാവില്ല, വണ്ടി ഉണ്ടാവില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറോളം കാത്തുനിന്നിട്ടാണ് ഇതാ നമ്മുടെ ഒരു ബസ് വന്ന് കിട്ടിയത്. അങ്ങനെ ബസ്സിലൊക്കെ കയറി മണ്ണാർക്കാട് എത്തി. അവിടുന്ന് വേറെ ഒരു ബസ് കയറി കോട്ടപ്പുറം എത്തി. അങ്ങനെ അവിടുന്നും ഇനി പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇലക്ഷൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഈ പോണത്. അപ്പോൾ കാരണം കുറേ ബസ്സുകൾ ലീവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പൈസ ഉണ്ടായിച്ചാ എത്ര ഉണ്ട്? ഇതുണ്ടോ കാർഡൊക്കെ ഇല്ല. പോയി വാങ്ങിക്കോ. എത്ര 200 റുപ്യ വാങ്ങിട്ട് വരച്ചുമായൊക്കെ കൂടെ. ഞങ്ങളെത്തി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അനിയത്തിയും വന്നു കേട്ടോ. എന്നിപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവൾ കോട്ടക്കൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവൾ കൂടുന്നതായിരുന്നു കേട്ടോ അത്. അപ്പോൾ മറ്റൊരു അനിയത്തി കൂടി വരാനുണ്ട്. അപ്പോൾ അവളൊക്കെ വന്നിട്ട് തുറക്കാൻ പറഞ്ഞിട്ട് അത് പിന്നെ ഞങ്ങൾ അപ്പോൾ പൊട്ടിച്ചതൊന്നുമില്ല. പിന്നെ ഉമ്മ അച്ചാറുണ്ടാക്കിയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അങ്ങനെ പുറത്തേക്കും കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ അടുത്ത് കൂടെയൊക്കെ എല്ലായിടത്തും വാങ്ങും. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബോട്ടിലാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും മക്കളും അത് ബോട്ടിലാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ഇംഗ്രിതം പണികൾക്കൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ അത് ബോട്ടിലാക്കി. ഈ ബോട്ടിലിന് വരുന്നത് 100 രൂപയാണ് കേട്ടോ. മാങ്ങച്ചാറാണ് അതുള്ളത്. അപ്പോൾ എല്ലാ അച്ചാറും ഇടലുണ്ട്. അപ്പോൾ ഇപ്പോൾ മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാങ്ങച്ചാർ ഇടുകയാണ്. അപ്പോൾ അങ്ങനെ അത് ബോട്ടിലാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.